അച്ഛ, അമ്മ, ഏട്ടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാട്ടോ. അമ്മ, സോറി, എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കല്ലേ. അച്ഛാ, സോറി അച്ഛാ. ഇങ്ങനെ എന്നോട് മിണ്ടാണ്ടിരിക്കുമ്പോ എനിക്ക് പറ്റണില്ല. അവരെനിക്ക് വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ. ആരും ഇല്ലാത്ത എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഇവിടെ എത്തിയപ്പോഴാ. എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് തോന്നാറ്. അമ്മ, അമ്മ എന്നുള്ള വിളി ഒരു ദിവസം പോലും കേൾക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റണില്ല അമ്മ. സോറി, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. അമ്മോ, ഇങ്ങോട്ട് വാ. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കരയല്ലേ. മോക്ക് എന്തേലും പറ്റിയ അമ്മയ്ക്കും അച്ഛനും സഹിക്കുന്ന തോന്നുന്നുണ്ടോ? അപ്പത്തെ ദേഷ്യത്തിൽ ഞങ്ങളും എന്തൊക്കെയോ പറഞ്ഞു പോയി. ഞങ്ങളും സോറി. ഏട്ടാ, സോറി പറഞ്ഞേ. എന്നോട് ദേഷ്യാണോ? അമ്മയ്ക്കും അച്ഛനും മോളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. കണ്ണടച്ചേ. അപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാളെ ഒരു ടൂറ് പോയാലോ? പിന്നെന്താ, അച്ഛന്റെ മോനെ എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടും വേണ്ട. ഇവരൊക്കെ ഇനി ടൂറ് പോയാലും നിന്നെ ഞങ്ങൾ ഇനി ടൂറ് വിടൂല. അച്ഛാ, 2 ദിവസം ഇവിടെ എന്ത് സമാധാന ശാന്തിയായിരുന്നു. പിന്നെയും തുടങ്ങി. അതെ, ഞാൻ ഈ വീട്ടില് ജനിച്ചു വളർന്നൊരു പുത്രിയാണേ. അതിന് എന്നെ അതുപോലെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചാൽ നീ പോകച്ചേ. അച്ഛന്റെ മോൾ ഇങ്ങോട്ട് വാ, നമ്മളൊരു ടീമാ. എന്നാ ഞാൻ മാമീന്റെ ടീമാ. എന്നാ ഞാൻ മാമന്റെ. അപ്പൊ ഞാനോ? നീയൊരു വഴിപോക്കൻ. നിന്റെ തവിട് കൊടുത്ത് വാങ്ങിയതാടാ. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. നീ വേണേ ഞങ്ങളുടെ ടീമിൽ കേറിക്കോ, അല്ലേ മാമ? ഞാൻ ഒരു ടീമിലും ഇല്ല, ഞാൻ ഒറ്റയാനാ. നീ ചച്ചുള്ളത് കൊണ്ടല്ലടാ ഇങ്ങോട്ട് വന്നേ. ഷോ, ഈ അച്ഛന്റെ ഒരു തമാശ. പോ അവിടുന്ന്. മതി മതി. ഈ ഒരു വർഷം കൂടി ചെക്കന്മാരെ കിട്ടും ഇതുപോലെ. അത് കഴിഞ്ഞ് ഇവരൊക്കെ എവിടെയായിരിക്കോ എന്തോ. ഞാനെങ്ങോട്ടും പോകൂല, ഞാനിവിടെ തന്നെ ഒക്കെ ഉണ്ടാവും. ഞാനും. എനിക്ക് കേരളത്തിന് പുറത്തുള്ള ടെമ്പറേച്ചർ അലർജിയാ. നിങ്ങളിനി ഈ വർഷം കൂടി ആ കോളേജിലുള്ളൂല്ലേ? ശേ, ഇനി ആരെ പേരില് ക്യാൻറ്റീനില് പറ്റെഴുതും? നിങ്ങൾ PG കൂടി ചെയ്യുന്നോ? അയ്യടി, നിനക്ക് പറ്റുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടെ പഠിക്കാം. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞ പിന്നെയും കോളേജ് ക്ലാസ് ഇവരുടെ അലമ്പ്. അയ്യോ. എന്താ? എനിക്ക് ഉറക്കം വരുന്നു. അതിന് എന്താന്നോ? ഒരു ബോയ് ഫ്രണ്ടിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യാണോ അത്? ശേ, മോശം മോശം. കിച്ചു, നീ മാറിക്കേ, എനിക്ക് ഉറങ്ങണം. ഇവിടെയോ? നീ പോയിക്കേ. പറ്റൂല, ഞാനിന്നിവിടെയാ. ദേ, ആരെങ്കിലും കണ്ടാ പിന്നെ പ്രശ്നം കേട്ടോ. ആരേലും കാണുന്നതാണോ അപ്പൊ പ്രശ്നല്ലേ? അതോർത്ത് പഠിക്കണ്ട, ആരും കാണൂല. കിച്ചു, ഓ, എന്താ? നീ പോ കിച്ചു. ചച്ചു എങ്ങാനും വന്ന അയ്യേ, നാണക്കേടാ. ഓ, പിന്നെ അവർക്കാർക്കും അറിയാത്തവരെ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇവിടെ കിടന്നോ, ഞാൻ നിന്റെ റൂമിൽ പോയിക്കോളാം. അയ്യോ, അത് വേണ്ട. ആ, എന്താ? ദേ, ഇതിന്റെ അകത്ത് ആരോ കുത്തുന്ന പോലെ. നീ എന്നെ ഒറ്റയ്ക്കാക്കി പോവാന്ന് പറഞ്ഞില്ലേ? അയ്യേ, ക്രിഞ്ച്. ആ, ക്രിഞ്ച് സഹിക്കണ്ടേലും ഇവിടെ കടന്നോ. ഞാനും നീ ഒന്ന് ഒരുമിച്ച് ഈ റൂമിൽ കിടക്കും. ബാ. ഇവന്റെ ഒരു കാര്യം. അപ്പൊ എങ്ങനെയാ? അടങ്ങി കിടന്നിട്ടില്ലെങ്കിൽ കയ്യിലും കാലിലും നാളെ പ്ലാസ്റ്റർ ഇട്ട് നടക്കേണ്ടി വരും കേട്ടോ. ഓ നോ, ഞാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്. കിച്ചു, നമുക്കിന്ന് വൈകുന്നേരം എങ്ങോട്ടേലും പോയാലോ? എവിടെ പോണം? എവിടെ വേണേലും പോവാം. ബീച്ച് മതിയോ? ഇവിടെ ഉണ്ടായിരുന്നോ? ബീച്ച് വേണ്ട, അവിടെ കുറെ ആൾക്കാരുണ്ടാവും. എനിക്ക് നമ്മള് മാത്രം മതി. എന്നാ ആൾക്കാരില്ലാത്ത ബീച്ചിൽ പോവാം. ആൾക്കാരില്ലാത്ത ബീച്ചോ? യാ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. പണ്ടത്തെ ഹൈ റേഞ്ച് പോലെ ആവോ ഇതും? നോ, അത് ഞാൻ ഗ്യാരണ്ടി. അതെന്നാ ഗൂഗിൾ അമ്മച്ച് ചതിച്ചതാ. ഇതങ്ങനെയാവൂല. ട്രസ്റ്റ് മീ ഗൈസ്.
ഇത് ഏതാടാ സ്ഥലം? സർപ്രൈസാ, സർപ്രൈസ്. ജഗ്ഗു, സത്യം പറ, ഞാൻ കരയൂല. നിനക്ക് ഈ സ്ഥലം ഏതാന്നറിയോ? എനിക്കറിയില്ല. എടാ, നിന്നെ വിശ്വസിച്ചല്ലേ ഞങ്ങള് വന്നത്? കൊല്ലല്ലേ. ഐ ആം ടു യങ് ടു ഡൈ. നിനക്ക് എവിടുന്ന ഈ സ്ഥലം കിട്ടിയെന്ന്? റീൽസ് ഒന്നും കണ്ടതാ. വാവ്, ഹായ് കടൽ. എങ്ങനുണ്ട്? സൂപ്പർ അല്ലേ? ഞാൻ നിങ്ങളൊന്ന് ടെൻഷനാക്കാൻ പറഞ്ഞാ. അടിപൊളി. ബൈ ദ ബൈ, നിങ്ങളാരേലും വീട്ടില് പറഞ്ഞിരുന്നോ? ആ, ഞാൻ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു. ഗുഡ് ഗേൾ. പണ്ട് ഇതുപോലെ നീ ബീച്ചിലിരിക്കുമ്പോ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ദേ, ആ കുട്ടി പിശാശെല്ലാം കൊളാക്കി. നിനക്ക് ഇപ്പഴും എന്നോട് തിരിച്ചിഷ്ടം തോന്നി തുടങ്ങിയേ? നമ്മൾ എപ്പോഴാ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? അയ്യോ, മറക്കാൻ പറ്റുമോ? ഇന്നേ വരെ ഒരു കപ്പിൾസ് ഇങ്ങനെ ഫസ്റ്റ് മീറ്റ് നടത്തിയിട്ടുണ്ടാവില്ല. എന്തായാലും ആ കിട്ടി അടിക്കൊക്കെ ഇപ്പൊ ഒരു ഗുണുണ്ടല്ലോ. നീ എന്നെ അന്നായിരിക്കും കണ്ടേ, പക്ഷെ ഞാൻ നിന്നെ കണ്ടത് അന്നല്ല. പിന്നെ ഫസ്റ്റ് ഇയർ കോളേജ് സ്റ്റാർട്ട് ചെയ്ത വീക്ക് ഒരു കൊച്ചു വന്ന് നിന്നെ ഇടിച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയെന്ന് ഓർമ്മയുണ്ടോ? അത് ഞാനാ. അപ്പൊ നിനക്ക് അന്ന് നോട്ടിട്ടതാ, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാം. ആഹാ, ഇതിന് പിന്നിൽ ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നിക്കാൻ വേറെ വഴി നമ്മൾ കണ്ടെത്തുമായിരുന്നോ? കിച്ചു, ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷം ഞാൻ വേറെ ഏതോ ലോകത്താ. ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് റൈറ്റ്. അന്ന് അതുപോലെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി വേറെ കുറെ പാതകളുണ്ട്. കാരണം we are meant to be together. You always know how to tell the perfect thing. ഒരു കാര്യം സത്യമാണ്, അത് പറയാനും ചെയ്യാനും ഭയങ്കര എളുപ്പാ. അങ്ങോട്ട് നോക്ക്. സൂര്യൻ കടലിൽ തീർത്ത വെളിച്ചത്തിന്റെ പാത. അതൊരു അന്ത്യമില്ലാത്ത വഴിയാണല്ലേ? ജസ്റ്റ് ലൈക്ക് us. അത് എവിടേക്കുള്ളതാണെന്നോ എന്തൊക്കെ ഉള്ളതാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്ത് പറ്റിയാലും എപ്പോഴും എല്ലാത്തിനും കൂടെ ഞാനുണ്ടാവും. അമ്മു, അയ്യേ, ഞാനൊന്നും കണ്ടില്ല. ഞാനും. ഞാൻ കുറച്ച് കണ്ടു. ടൈമിംഗ് ഇല്ലാത്ത കൂടപ്പിറപ്പുകൾ. കഴിഞ്ഞിരുന്നേ നമുക്ക് പോവായിരുന്നു. ആ, ചേതൻ മോഹൻദാസ്, ആ, ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അമ്മേ, ഞാനൊരു അങ്കിളാവാൻ പോകുന്നു. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? ഡോക്ടർ ഇപ്പൊ അവനെ വിളിച്ചത് അതിനാ. ഇപ്പൊ പറയും, മിസ്റ്റർ ചേതൻ മോഹൻദാസ്, നിങ്ങൾ ഒരു അച്ഛനാവാൻ പോകുന്നു. പോടാ. ഇനി അങ്ങനെയാണെ കൊച്ചിന് നമ്മൾ എന്ത് പേരിടും? ആൺകുഞ്ഞായിരിക്കോ പെൺകുഞ്ഞായിരിക്കോ? അപ്പൊ അടുത്തന്നെ ഒരു കല്യാണം കൂടാ. ഹായ്, ഞാനൊരു മാമനായടാ. രണ്ടെണ്ണം നിർത്തിക്കോ. ഡോക്ടർ, മേ ഐ? യാ, കം ഇൻ. മായക്ക് ആക്ക് കുഴപ്പമൊന്നുമില്ല. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി വീക്ക് ആയതാ. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ കൊണ്ടുപോകാം. പിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാ, ആളോട് നല്ലോണം ഫുഡ് കഴിക്കാൻ പറയണം. എന്തേലും പറ്റിയ ബോഡിക്ക് താങ്ങാനുള്ള ശക്തിയെങ്കിലും വേണ്ടേ? ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇതേ കിച്ചു. അളിയാ, കൺഗ്രാറ്റുലേഷൻസ്.
ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. എന്തിന്? അമ്മ പ്രഗ്നന്റ് അല്ലേ? പോടാ, അവള് മര്യാദക്ക് ഫുഡ് കഴിക്കാത്തല്ല. കൊഴപ്പൊന്നുമില്ലല്ലോ അവക്ക്? ഇല്ലടാ, ഡ്രിപ്പ് ഇട്ടോണ്ടിരിക്ക. അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. എന്റെ അമ്മോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സോറി. ആരും വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ അല്ലേ? ചച്ചു, അയ്യോ, ഇവളിനി പ്രഗ്നന്റ് ആണോന്ന് വിചാരിച്ച് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ തല ഇറങ്ങി വീണോന്ന്. പക്ഷെ പ്രഗ്നന്റ് ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഗർഭോ? ആരാ ഗർഭുണ്ടാക്കിയേ? കിച്ചു? ഞാനല്ല, ജഗ്ഗുവാ. സാധാരണ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. അമ്മേ, ഇവിടെ കടിക്കൂ? അതെ, ഇവിടെ ഭയങ്കര ചൂട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിട്ടിരിക്കാം. ഇവരപ്പോഴേക്കും വരട്ടെ അല്ലേ ചച്ചു? ആ ശരിയാ, ഭയങ്കര ആവി. ഹൂ, ഹൂ. നന്ദു, പോവാം. കിച്ചു, എന്തു പറ്റി? ഒന്നുമില്ല. പേടിച്ചു പോയോ? എന്റെ പാതി ജീവനാ പോയത്. ചെറിയ തലറക്കാണേലും ഡോക്ടറെ കാണുന്നവരെ നെഞ്ചില് തീയായിരുന്നു. ഈ ഒരു ഇത്തിരി നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്നറിയോ? ഒരു തീകോളത്തിൽ ചവിട്ടി നിൽക്കുന്ന പോലെയായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. എനിക്കൊന്നും ഇല്ലല്ലോ. നീ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും പറ്റൂല. എന്നാലും നിനക്കെന്തേലും പറ്റിയിരുന്നേ? നീ വേറെ പെണ്ണിനെ നോക്കും. അമ്മോ, നീ എന്റെ ജീവിതത്തിൽ വരുന്ന വരെ എനിക്ക് ലൈഫിൽ ഒരു പെൺകുട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാ, നീ അല്ലാതെ എനിക്കിനി വേറൊരാള് വേണ്ട. നീയാണ് എന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. കിച്ചു, ഐ ലവ് യു. ഐ ലവ് യു ടു. ഡോണ്ട് സേ ടു. ഐ ലവ് യു. വീട്ടിൽ പോണ്ടേ? അവൾ ഉറങ്ങിയിട്ടുണ്ടാവോ? പോയി നോക്കാം. അമ്മോ, അമ്മായോ? ഹായ് അമ്മ. അമ്മ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അങ്ങനെയല്ല അമ്മോ. അവളുറങ്ങി. പിന്നെ ഇത് സ്ഥിരം പരിപാടിയാന്ന് അറിയാം. ഇനി മുതൽ വേണ്ട കേട്ടോ. എന്താ അമ്മ? മോനെ, ഞാൻ നിന്റെ ആരാ? അമ്മ. ആണല്ലോ. അപ്പൊ സമയാകുമ്പോ ഞങ്ങൾ അങ്ങ് കെട്ടിച്ചു തരും. അതുവരെ ഒന്നും വേണ്ട. ഓ, അപ്പോ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാലേ? ആരോഗ്യത്തിന് നല്ലതാ. ആണല്ലേ? എന്നാ ഗുഡ് നൈറ്റ്. അമ്മ ഇവിടെ? അവളിന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ പോയിക്കോ. ഏട്ടാ, ഞാനും ഇറങ്ങാടേ. അമ്മയും കയറിക്കോ, ജംഗ്ഷനിൽ ഇറങ്ങാം. എന്താ മന്നെ കിച്ചു, നിന്റെ മുഖത്തൊരു മ്ലാനത. അമ്മ ഇല്ലല്ലോ, അതാ. പോടാ. ലോൺലി, ഐ ആം സോ ലോൺലി. അതെ, ഞാൻ വീട്ടിൽ പോവാ. എന്തിന്? ഇനി 2 മണിക്കൂർ കൂടിയല്ലേ ഉള്ളൂ. 2 മണിക്കൂറില്ലേ? എനിക്കെന്തോ ഒരു മൂടില്ല. പോകുന്നൊക്കെ കൊള്ളാം, വീട്ടില് ചെന്നിട്ട് മൂടാവണ്ട. ഇവളിതവിടെ പോയി? നീ ഇതെവിടെ പോയതാ? ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ
അല്ല, നീ എന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്തിറങ്ങിയതാ? എന്തോ ഒരു മൂടുണ്ടായിരുന്നില്ലെന്ന്. ഓഹോ, എന്നിട്ട് ഇപ്പൊ മൂട് വന്നോ? യാ, 100% ബാറ്ററിയാ. നോക്കണ്ട, അവരില്ല. അച്ഛനെവിടെ? അച്ഛൻ ബാങ്കിലേക്കും പിന്നെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഹായ്, അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഹേ, അതെ അതെ, വേണ്ട കേട്ടോ. എന്ത് വേണ്ടാന്ന്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എടി കള്ളി, നീ ഉദ്ദേശിച്ചത് മറ്റേതല്ലേ? എന്ത്? ഓ, ഒന്നും അറിയാത്ത കൊച്ചു കള്ളി, പോ അവിടുന്ന്. അയ്യേ, നിനക്ക് ചായ വേണോ? കിട്ടിയാ കുടിക്കാം. എന്നാ വാ. ഹലോ, ഞാൻ ഇപ്പൊ വരാട്ടോ. കിച്ചു, ആ എത്തിയോ? എന്തായി, മൂട് വന്നോ? ഈ പോക്കാണെ നിങ്ങളെ നേരത്തെ പിടിച്ച് കെട്ടിക്കേണ്ടി വരില്ല. അതാവുമ്പോ 24 മണിക്കൂറും കൂടെ ഉണ്ടാവുമല്ലോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? നടക്കണ്ടേ, ടൈം എടുക്കും. ആ, നിങ്ങൾ എത്തിയോ? ഹായ്, ചായ. അമ്മൂട്ടയാ? അയ്യോ കുടിക്കല്ലേ, നല്ല ഊള ചായ. നീ പിന്നെ ജീവിതകാലം മൊത്തം ചായ വിരോധിയാവും. ഓ, അപ്പൊ 3 ഗ്ലാസ് കുടിച്ചല്ലോ. ഇത് നീ വേറെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചല്ലേ? നിനക്ക് വാക്കിന് വില ഉണ്ടോ കിച്ചു? അമ്മു, കുമ്മു, മുണ്ടണ്ട നീ എന്നോട്. ആ, ദേ പോയി. ഇനി വടി പിടിച്ചോ. ഏട്ടനുള്ള മൂടും കൂടി കളയാൻ വന്നതാണോ? ഇത് നല്ല ചായയാണല്ലോ. പിന്നെന്താ, ഇവനെ പ്രാന്ത് അല്ലാണ്ട് എന്ത്? പോയി കോംപ്രമൈസ് ചെയ്തോ വേണേല്. എന്തിന്? ഇതൊക്കെ ചെറുതല്ലേ, കുറച്ച് കഴിയുമ്പോ മിണ്ടിക്കോളും. കണ്ടാ മതി. അമ്മൂസേ, കിച്ചു, നീ മാറി നിക്ക്. നിന്റെ പിണക്ക് ഇതുവരെ മാറിയില്ലേ? ഇങ്ങോട്ട് നോക്ക് നീ. ഓ, ജാടയിടല്ലേ. നിന്നോട് മാറാനല്ലേ പറഞ്ഞേ? ഇവക്ക് ഇതെന്ത് പറ്റി? അവളെന്താ വരാത്തെ? ആ, നിങ്ങൾ തമ്മിലല്ലേ പ്രശ്നം? ഇന്നും വന്നില്ല? ഇല്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവക്കിതെന്താ? നിങ്ങളെ പിണക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. ഒരു ചായ കുടുംബജീവിതത്തിൽ ഇത്രയും കലഹം ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ ഇവനോട് അപ്പോഴേ പറഞ്ഞ കോംപ്രമൈസ് ചെയ്യാൻ. അപ്പൊ ഇവൻ വലിയ പണ്ഡിതൻ. അല്ലേലും അവൾ ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കുവോ? ഇപ്പൊ മനസ്സിലായില്ല എടുക്കുവോ ഇല്ലയോന്ന്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇവളിതെവിടെ പോയി? എക്സ്ക്യൂസ് മീ, മായനന്ദ ഇവിടെ ഇല്ലല്ലോ. ഈവനിങ് കണ്ട് സംസാരിക്കാൻ. അമ്മു. അമ്മേ, എനിക്ക് ചെറിയ തലവേദന പോലെ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ മോളെ. നോക്കണ്ട, വന്നിട്ടില്ല. ഇവക്കിതെന്താ? ഞാൻ പറഞ്ഞെല്ലാം ശരിയാക്കാൻ ചെന്നാ അവൾ എന്നെ അവോയ്ഡ് ചെയ്യാം. എടാ, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. ഇതിന് ഇന്നൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. മായനന്ദ ഇല്ലേ? ഇല്ല, അവൾ ആരോ ഒന്ന് അന്വേഷിക്കണമെന്ന് മാം ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവൾ അങ്ങോട്ട് പോയി. അമ്മൂനെ അന്വേഷിച്ചു വരാനാരാ? ഇനി അവളുടെ ആ തന്തപ്പിടിയാണോ? പോയി നോക്ക. എന്താടാ? ഒന്നുമില്ലടാ, അവള് ക്ലാസ്സിലില്ല. സാരല്ല, നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. അമ്മു, എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. നീ എന്തായി കാണിക്കുന്ന കിച്ചു? ഇത് ഞാൻ നിന്നോട് അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? നമ്മൾ തമ്മിൽ ഉണ്ടായ പ്രശ്നത്തിനാണ് നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചത് തീർക്കണം. എനിക്കറിയാം നീ ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ നടക്കൂലെന്ന്.
പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡോണ്ട് തിങ്ക് ടു മച്ച്. ഓ, ഞാനാണോ ആലോചിച്ചുണ്ടാക്കണേ? ഞാനൊന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. നിനക്ക് വേറെ ചെക്കനെ കിട്ടി കാണൂലേ? വാട്ട് ദ ഹെൽ ഈസ് റോങ് വിത്ത് യു കിച്ചു? മിണ്ടരുത് നീ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യ പറഞ്ഞു. എന്നാലും നീ ഇതുപോലൊരു പെൺകുട്ടിയെന്ന് ഞാൻ വിചാരിച്ചില്ല. കിച്ചു, നീ ഒന്നും പറയണ്ട. നിനക്ക് ഇതായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വെറുതെ? ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഉറപ്പ് തോന്നുക. നീ വെറുതെ ഇല്ലാക്കഥ പറയില്ലേ? ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നേ. ഞാൻ കണ്ടു നീയും മറ്റേ ചെക്കനും ഹഗ് ചെയ്യും. എന്നൊരു പൊട്ടനാക്കുമല്ലായിരുന്നോ നീ അമ്മു? ശരിയാ, ഐ വാസ് ജസ്റ്റ് യൂസിങ്. അല്ലേലും നിന്നെയൊക്കെ എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനാ? എനിക്ക് എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആവണ വരെ നിൽക്കാനൊരു സ്ഥലം വേണമായിരുന്നു. പിന്നെ കുറെ കാലം നിൽക്കുമ്പോ എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതിന് നിന്നെ ഞാൻ യൂസ് ചെയ്തു. ഇപ്പോഴേലും എല്ലാം മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഇതോടുകൂടി എന്റെ ഇവിടുത്തെ പൊറുതി കഴിഞ്ഞു. ഞാൻ നാളെ പോകും. പറയാണ്ട് പോവാന്നാ വിചാരിച്ചേ. ഇത്രയായ സ്ഥിതിക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. നീ അല്ലേലും ഒരു പൊട്ടനാ. ഏതോ ഒരു പെണ്ണ് വന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞപ്പോഴേക്കും എല്ലാം വിശ്വസിച്ചു. യു ആർ സച്ച് എ ഇഡിയറ്റ് മാൻ. മതി, വേണ്ട, എനിക്ക് പറ്റുന്നില്ല അമ്മു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ നിന്റെ എന്റെ അവസാന ശ്വാസം വരെ ജീവന തുല്യം സ്നേഹിക്കുന്നു. എന്നിട്ടും എന്തിനാ അമ്മു? ഞാൻ എന്തു സഹിക്കും. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടവരെന്നെ ചതിക്കുമ്പോ ഞാൻ മൊത്തത്തിൽ ഇല്ലാണ്ടായ ഒരു തോന്നല എനിക്ക്. ഞാൻ നിന്നെ ഒരിക്കലും കമ്പൽ ചെയ്യില്ല. ബിക്കോസ് ഐ ലവ് യു അമ്മു. എനിക്ക് നീ സങ്കടപ്പെടുന്നത് കാണാൻ പറ്റില്ല. ഇനി ഇതിൽ കൂടുതലൊന്നും പറയണ്ട. ഞാൻ എന്റെ വിധിയാന്ന് വെച്ചോളാം. പിന്നെ എന്റെ അച്ഛനും അമ്മയും പാവാ. അവർക്കിതൊന്നും സഹിക്കാനായിന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ വേദനിപ്പിക്കരുത്. ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ചെയ്ത തെറ്റിന് അവരെന്തിനാ വെറുതെ? അമ്മ, ചച്ചു റൂമിലുണ്ട്. അവൾ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. മിണ്ടാണ്ടിരി നീ. ചച്ചു, എനിക്ക് നിന്നെ കാണണ്ട. എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. ഞങ്ങൾ എല്ലാരും നീ ഒരു പൊട്ടന്മാരാക്കിയില്ലേ. എനിക്കിനി നിന്നെ കാണണ്ട, പൊക്കോ. പോവാം. മാമി, കിച്ചു അവൻ റൂമിലുണ്ട്. ഇവൻ ഇങ്ങനെയായി എന്തു ചെയ്യും? അറിയില്ല മോനെ. അമ്മ പോയതില് പിന്നെ അവൻ ഇങ്ങനെയാ. ആ കൊച്ചിനാണെ വിളിച്ചിട്ട് പോലും ഇത്രയും കാലമായിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഓരോ ദിവസം വിളിച്ചു നോക്കും, എന്നേലും എടുക്കുന്നുള്ള പ്രതീക്ഷയില്. എന്തിനാ മാമി വെറുതെ? മനുഷ്യന്മാരെങ്ങനെയാ, ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അവളുടെ കളിയും ചിരിയും ഇല്ലാഞ്ഞിട്ട് എന്തോ ഒന്ന് കളഞ്ഞു പോയൊരു തോന്നല. അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയരുതെന്ന്. ജാനു, ഇതേ ആരോ വന്നിരിക്കുന്നു. ഓ, നീയോ? എന്തേ ഈ വഴിക്ക്? മോൻ അമ്മോനെ കൂട്ടിക്കൊണ്ടുപോയേ? അതെ ആന്റി, ഇതെന്റെ അച്ഛനാ. അമ്മോന് സുഖാണോ മോനെ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അല്ല, നിങ്ങൾ എന്തിനാ വന്നേ? കല്യാണം വിളിക്കാനാണോ? മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, എന്തേലും പറയാനുണ്ടേ പറഞ്ഞിട്ട് പോണം. ബാക്കിയുള്ളവർക്ക് ഇവിടെ വേറെ പണിയുണ്ട്. അല്ലാണ്ട് നിങ്ങളും മോനെ പോലെ. നിനക്ക് എന്താ? അവനോട് ദേഷ്യപ്പെടരുത്. ഇത് പറയാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലാന്ന് അറിയാം. ഞങ്ങള് വന്നത് അമ്മൂനെ കുറിച്ച് പറയാനാ. ഞങ്ങൾക്കൊന്നും അവളെ കുറിച്ച് കേൾക്കണ്ട. ഇവിടെ ഉള്ളവർക്ക് യാഥാർത്ഥ്യം എന്താന്ന് ഇതുവരെ അറിയില്ല. നിങ്ങളായിട്ട് പറഞ്ഞറിയിക്കുകയും വേണ്ട. കിച്ചു, താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അമ്മു പോയി. എനിക്കിത് പണ്ടേ അറിയായിരുന്നു. ഇവനെ ചതിച്ച പോലെ അവള് നിന്നെയും ചതിക്കുമെന്ന്. അനുഭവിച്ചോ? കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടേ, അതാന്ന് വിചാരിച്ചാ മതി. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അമ്മു മരിച്ചു.
എന്താ പറഞ്ഞേ? അമ്മു പോയി കിച്ചു. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ഒന്നല്ല. ഞാൻ അവളുടെ ഏട്ടനാ. അവളാരെയും ചതിച്ചിട്ടൊന്നുമില്ല. അവളും അവളെ അമ്മേനെ പോലെ ഇത്തിരി വൈകിപ്പോയി ക്യാൻസറാന്നറിയാം. അറിഞ്ഞു വന്നപ്പോഴേക്കും അവക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത സ്നേഹവും സന്തോഷവും എല്ലാം കിട്ടി. ഇതെല്ലാം വിട്ടു കളഞ്ഞിട്ട് അവക്ക് പോവാൻ തോന്നിയില്ല. പക്ഷെ നിങ്ങളറിഞ്ഞ അത് ഇതിലും വലിയ പ്രശ്നമാവുമെന്ന് അറിയുന്നത് കൊണ്ട് അവക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്റെ മോക്ക് അങ്ങനെയുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അവക്കും അറിയില്ലായിരുന്നു. അവളെങ്ങനെയാ അറിഞ്ഞേന്ന് വെച്ചാ. ഹായ്, ഇപ്പൊ എന്റെ കുട്ടി മുടുക്കിയായി. അതെ, പോണ്ടേ? ഇന്നത്തേക്ക് ഇത്ര മതി. അമ്മ എവിടെ? അവളിന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ പോയിക്കോ. മോളെ, ഞാനൊന്ന് പുറത്തു പോവാട്ടോ. ലേറ്റ് ആവുക വരാൻ. ആ അച്ഛാ. മായനന്ദ, ഹലോ, ഞാൻ ഇപ്പോൾ വരാട്ടോ. ഹലോ, മായനന്ദയല്ലേ? റിസൾട്ട് വന്നിട്ടുണ്ട്, പോസിറ്റീവാണ്. നിങ്ങളെത്തിയോ? ഹായ്, ചായ. അമ്മൂട്ടയാ? അയ്യോ, കുടിക്കല്ലേ. നല്ല ഊള ചായ. നീ പിന്നെ ജീവിതകാലം മൊത്തം ചായ വിരോധിയാവും. ഓ, അപ്പൊ 3 ഗ്ലാസ് കുടിച്ചല്ലോ. ഇത് നീ വേറെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചല്ലേ? നിനക്ക് വാക്കിന് വില ഉണ്ടോ കിച്ചു? അമ്മു, കുമ്മു, മുണ്ടണ്ട നീ എന്നോട്. ഹലോ അങ്കിൾ. മോളെ മായേ, എവിടെയായിരുന്നു മോളെ നീ? ഇപ്പൊ എന്നോട് ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കണം. ഐ ആം ഡയഗ്നോസ്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ. മോളെ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഈശ്വരൻ എന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നതെന്നും എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്നെ അറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരൊറ്റ ആളെ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കുടുംബം തന്നെ കിട്ടി. ഇവരൊന്നും വിഷമം കാണാൻ എനിക്ക് പറ്റില്ല അങ്കിൾ. എന്റെ കിച്ചു, അവൻ ഇതറിഞ്ഞ സഹിക്കൂല. അവനൊരു പാവ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാള്. എനിക്കിവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവരുടെ ഒന്നും സങ്കടം നീ കാണണ്ട. നീ ഇങ്ങനെ കരയല്ലേ? ഞാൻ വരാം അങ്ങോട്ട്. ഇപ്പൊ ആരെയും ഒന്നും അറിയിക്കണ്ട. ഞാൻ കൂട്ടിക്കൊണ്ടു പോവാ. ഇല്ല അങ്കിൾ, ഞാൻ ഇനി അങ്ങോട്ടില്ല. മോളെ, അങ്കിള് പറയുന്നത് കേക്ക്. ഏട്ടൻ വരും നാളെ. മോൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട്. ബാക്കി നടന്നതൊക്കെ അമ്മ പറഞ്ഞിട്ടാ. ആ കുട്ടി ആരെയും വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവളുടെ അമ്മ മരിച്ചത് മുതല് ഒരു നരകയാത്രയിലൂടെ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാ. ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും ഒരു ജന്മം കിട്ടിയതുപോലെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളോട് ആ കുട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, നിങ്ങൾ ഇത് ഒരിക്കലും അറിയരുതെന്ന്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ആരും വെറുക്കരുതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ കഴിഞ്ഞ വർഷമൊക്കെ അവളെ പൊന്നുപോലെ നോക്കിയതിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂലെന്നറിയാം. ആ കൊച്ചിനെ വെറുക്കരുത്. നിങ്ങളെന്ന് പറഞ്ഞ അവക്ക് ജീവനായിരുന്നു. എന്തിനാ ദൈവം അങ്ങനൊരു വിധി എന്റെ മോക്ക് കൊടുത്തേന്ന് എനിക്ക് അറിയില്ല. മോളെ, എന്തിനാ ദൈവമേ എന്റെ കൊച്ചിനെ? കിച്ചു, ഇത് അമ്മോന്റെ ഡയറിന്ന് കിട്ടിയതാ.
അവളുടെ ഡയറിന്നാ നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടതാന്ന് ഞങ്ങൾക്ക് മനസ്സിലായേ. മരിക്കുന്നതിന് മുന്നേ നിങ്ങളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ, എന്റെ അമ്മ, ഞാൻ അവളൊന്നും അറിയണ്ട്. നന്ദു, നീ അവനെ നോക്ക്. കിച്ചു, എടാ പോയടാ, ഒരു വാക്കുപോലും പറയാണ്ട് അവള് പോയടാ. എന്തിനാ ഈശ്വര പാത്തിന് ഇങ്ങനെ പരീക്ഷിച്ച? എടാ ഞാൻ പറഞ്ഞതാ അവളുടെ കൂടെ എപ്പോഴും കൂടെ വേണമെന്ന്. എന്നിട്ടും അവളൊരു പാവല്ലായിരുന്നോ കിച്ചു? ഇന്ന് കുറച്ച് സന്തോഷങ്ങളും കുറച്ചധികം സങ്കടവും നിറഞ്ഞ മഷിയാ ഈ ബുക്കിൽ പതിയാൻ പോകുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് പേജ് ദാറ്റ് ഐ റൈറ്റ് ടു മൈ സെൽഫ്. ഞാൻ കഴിഞ്ഞ 4 വർഷത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്ത് രസമായിരുന്നു. കിച്ചുവും ഞാനും എൻ്റെ ജാനുമ്മയും അച്ഛനും നന്ദുവും ചച്ചും, പിന്നെ എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജഗ്ഗും. ഇനി ഇവരെ ഒന്നും എനിക്ക് കാണാൻ പറ്റൂലല്ലേ. ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത സന്തോഷമാണ് ഈശ്വരൻ ഈ കഴിഞ്ഞ 4 വർഷം എനിക്ക് കൊണ്ടുതന്നത്. എനിക്കെന്തേലും സങ്കടം വരുമ്പോൾ ജാനുമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. അച്ഛൻ്റെ ഓരോ കഥകൾ കേട്ടിരിക്കുക എന്ത് രസമാണെന്നറിയോ. ഇനി ആരാ അച്ഛൻ്റെ കഥയൊക്കെ കേൾക്കുക? ഞാൻ പോവല്ലേ. ഇനി എനിക്ക് സങ്കടങ്ങളും വേദനകളും ഒന്നും ഉണ്ടാവില്ല അല്ലേ. ശരിയാ, ഈ ലോകത്തുനിന്ന് പോയാൽ പിന്നെ എന്തിനാ സങ്കടങ്ങളും വേദനകളും ഒക്കെ. ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ ആർക്കോ എന്തിനോ വേണ്ടി എന്തിനെന്ന് പോലും അറിയാണ്ട് പോകുന്ന ടൈമിലാണ് എൻ്റെ ചച്ചു എൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. പൊട്ടിക്കിടുന്ന ചില്ലുജനാലയിലൂടെ സൂര്യപ്രകാശത്തിൻ്റെ രശ്മികൾ പോലെയായിരുന്നു ചച്ചു വന്നത്. ഐ വാസ് സ്കെയർഡ് അലോൺ ആൻഡ് ഐ പ്രിട്ടൻഡ് ടു ബി ബ്രേവ് ഇൻ 100 മെമ്മറീസ്. പക്ഷേ അവൾ എന്നിലൂടെ എന്നെ കണ്ടു. എൻ്റെ കൈ പിടിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതെനിക്കൊരു വീട് മാത്രമല്ലായിരുന്നു, ഒരു പുതിയ ലൈഫ് തന്നെയായിരുന്നു. ചച്ചു കാരണം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കിച്ചുവും നന്ദുവും ജഗ്ഗും ഒക്കെ. ദേ വെറന്റ് ജസ്റ്റ് ബ്രദേഴ്സ് ഫോർ മീ. എന്നെ കുറേ ചിരിപ്പിച്ച, രാത്രികളെ മറന്ന് പരസ്പരം സംസാരിച്ച്, ജീവിതത്തിൽ കുറേ അഡ്വഞ്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാത്തിനും കൂടെ നിന്നു. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് മേ ബി ഐ ഡിസേർവ് ടു ബി ലൗഡ് എന്ന് എന്നെ വിശ്വസിപ്പിച്ച ഒരേ ഒരാൾ എൻ്റെ കിച്ചുവാ. എൻ്റെ മാത്രം കിച്ചു. എല്ലാവരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും മാത്രം അറിയുന്ന ഒരു പാവം. യു വർ നെവർ ജസ്റ്റ് എ ബോയ് ദാറ്റ് ഐ ലവ്ഡ്. യു വർ മൈ മിറാക്കിൾ. നീ എൻ്റെ എല്ലായിരുന്നു കിച്ചു. കിച്ചു എപ്പോഴും എൻ്റെ പേര് വിളിക്കുമ്പോൾ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ലുലാബി. അവൻ എന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കും. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഫാളിങ് അപ്പാർട്ട്. ഞാൻ നിങ്ങളോട് ആരോടും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു സത്യം, ഞാൻ മെല്ലെ മരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു നിന്നത്. അടിയുണ്ടാക്കിയതും വേദനിപ്പിച്ചതും എല്ലാം എൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു. നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ആർക്കും സങ്കടം വരുത്താത്ത രീതിയിൽ വിട പറയാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. എന്നോടെല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. കിച്ചു, നീയായിരുന്നു എൻ്റെ തുടക്കവും അവസാനവും. ഫേവറേറ്റ് ചാപ്റ്റർ ഓഫ് മൈ ഹോൾ ലൈഫ്. എനിക്ക് നിൻ്റെ കൂടെ കുറേ കാലം ഒരുമിച്ച് ജീവിക്കണമായിരുന്നു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി കിച്ചു. പക്ഷേ ഈശ്വരൻ അതിനെ സമ്മതിച്ചില്ല. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് നിൻ്റേത് മാത്രം ആവണം കിച്ചു. ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയും സ്നേഹം തന്നതിന് ഐ ലവ് യു കിച്ചു. ഞാൻ പോവുക അങ്ങ് ദൂരെ നക്ഷത്രങ്ങളെടുത്ത്. അവരെന്നെ വിളിച്ചു കിച്ചു. നീ എന്നെ മറക്കുവോ? പ്ലീസ് സ്മൈൽ വെൻ യു തിങ്ക് ഓഫ് മീ. പ്ലീസ് ലീവ് ട്വൈസ് ആസ് ഫുള്ളി. ഒന്നുമില്ലാതെ വീട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇപ്പോൾ നോക്ക്,
Now I am going from this world with everything I ever prayed for. സുഹൃത്തുക്കളും ഒരു നല്ല കുടുംബവും and a love that felt like heaven. Thank you for making my short life infinite. With all the love I couldn't say out loud. Maya Nanda.